ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് സംഭവിക്കാൻ പോകുന്നത്, നിങ്ങളുടെ അടുത്തോട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് പെട്ടെന്ന് വരാൻ പോകുന്നത്. വെരി ഗുഡ്. ഓക്കേ, എന്തെല്ലാം കാര്യങ്ങൾ ആണ്. ദേഷ്യമൊക്കെ കുറച്ച് കുറക്കട്ടോ കേട്ടോ, കേൾക്കുന്നുണ്ടോ? ദേഷ്യം കുറച്ച് കുറക്കണം. എന്തെല്ലാം കാര്യങ്ങൾ ആണ്. ഓക്കേ, നിങ്ങളുടെ അടുത്തോട്ട് വരാൻ പോകുന്നത് എന്തെല്ലാം കാര്യങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അധ്യായം ക്ലോസ് ചെയ്തു. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാത്തിനും ഒരു പുതിയൊരു തുടക്കം ആണ് വരാൻ പോകുന്നത്. പക്ഷേ ഞാനൊന്നും കണ്ടില്ല, ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന് പറഞ്ഞിരിക്കാതെ നമ്മൾ എടുക്കേണ്ട പ്രോസസ്സിങ് അല്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ട ആക്ഷൻസ് അല്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ള തീരുമാനങ്ങൾ നമ്മൾ തന്നെ മുന്നിലോട്ട് ഇറങ്ങി എടുക്കേണ്ടതാണ്. കാരണം നമ്മുടെ ജീവിതത്തിലെ സുഖവും സന്തോഷങ്ങളും ഒരു പരിധി വരെ നമ്മളാണ് ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ തന്നെ എടുക്കേണ്ടതാണ്. കാരണം അവനവൻ തന്നെ കണ്ണടച്ചിരുട്ടാക്കി ഇരിക്കുന്ന ഒരു പരിപാടി കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നമ്മൾ ചെയ്യേണ്ട താൻ പാതി ദൈവം പാതി എന്നാണ്. ഇതിപ്പോൾ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ വേറെ പല കാര്യങ്ങൾക്കാണെന്നുണ്ടെങ്കിലും, ഇവിടെ ഇപ്പോൾ റിലേഷൻഷിപ്പിന് മുൻതൂക്കം കൊടുക്കുന്ന ആളുകളാണ് ഈ വീഡിയോ വാച്ച് ചെയ്യുന്നത്. എനിക്ക് എൻ്റെ റിലേഷൻഷിപ്പിലുള്ള ആളെ വേണം, അല്ലെങ്കിൽ എനിക്ക് അയാളുടെ അടുത്ത് പുതിയ ഒരു തുടക്കം വേണം, എനിക്ക് റീയൂണിയൻ വേണം, എനിക്ക് അയാളോട് സംസാരിക്കണം, ആ വ്യക്തി വീണ്ടും എൻ്റെ ജീവിതത്തിൽ വരുമോ. നിങ്ങൾ എഴുന്നേൽക്കുമ്പോഴും ഇപ്പോൾ ഒരു ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോഴും നിങ്ങൾ ആ വ്യക്തിനെ കുറിച്ചുള്ള ആലോചനകളാണ്. ആ വ്യക്തി എന്ത് ചെയ്യുന്നു, ആ വ്യക്തി എന്നോട് അന്ന് അത്രയും സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ആ വ്യക്തി വേറെ രീതിയിൽ എന്നോട് പെരുമാറി, അല്ലെങ്കിൽ ആ വ്യക്തി വേറെ സ്ഥലത്ത് പോയി വേറെ പരിപാടികളൊക്കെ ചെയ്യുന്നു, എന്തൊക്കെയായിരിക്കും. അതായത് മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ വളരെയധികം ആലോചിച്ച് നിങ്ങൾക്ക് തന്നെ മെന്റൽ ടെൻഷൻ, ഫിസിക്കൽ ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കാര്യം കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഉള്ള ആ നെഗറ്റീവ് എനർജി ഒന്ന് കുറയ്ക്കുക, അത് മറ്റുള്ളവരുടെ അടുത്ത് പാസ് ചെയ്യാതിരിക്കുക. കാരണം ഒരുപാട് ദേഷ്യം, അതായത് നമ്മൾക്ക് കിട്ടാത്ത ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നമ്മൾ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലെ വിഷമവും വേദനയും, നമ്മൾക്ക് കിട്ടിയ ചതി, വഞ്ചന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അതൊരു ദേഷ്യം ആയിട്ട്, അല്ലെങ്കിൽ അവരുടെ പ്രസൻസ് ഇല്ലായ്മ, അതൊരു ദേഷ്യം, ഒരു ഡിപ്രഷനൊക്കെ ആയിട്ട് വരുന്ന ഒരു കാര്യം കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊന്ന് മാറ്റുക. കാരണം നിങ്ങളുടെ ജീവിതത്തിലുള്ള ഒരു അധ്യായം കഴിഞ്ഞു, വീണ്ടും ഒരു പുതിയൊരു തുടക്കമാണ്. നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ള വ്യക്തി വീണ്ടും നിങ്ങളോട് കഥ പറഞ്ഞ് തിരിച്ചു വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. മനസ്സിലായോ? നിങ്ങളോട് ചിലപ്പോൾ നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയിട്ടുള്ള, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ബന്ധത്തിൽ പോയിട്ടുള്ളവരായിരിക്കാം. ഈ പറയുന്ന പോലെ ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നവരായിരിക്കാം. കുട്ടികൾ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുട്ടികളുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് കുട്ടികളുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ഒരു കുടുംബം വേണമെന്നും കുട്ടികൾ വേണമെന്നും പറഞ്ഞ് ഒരുപാട് സ്വപ്നം കണ്ട് ജീവിച്ചവരായിരിക്കാം. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങളിലോട്ട് തന്നെ വണ്ടി പിടിച്ചു വരുന്നുണ്ട്, അങ്ങനെ ഞാൻ പറയുള്ളൂ. വന്ദേ ഭാരത് പിടിച്ചു വരുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം, അത്രയും ഫോഴ്സിലാണ് വരുന്നത്. ഇയാള് ഓക്കെ, ഈ ആളെ കുറിച്ച് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് മുൻതൂക്കം കൊടുത്താൽ ആ കാര്യങ്ങളെ ഇവിടെ വരുള്ളൂ, നിങ്ങളിലോട്ട് വരുന്ന കാര്യങ്ങൾ. കാരണം നിങ്ങൾ 24 മണിക്കൂറും റിലേഷൻഷിപ്പ്, നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടി
അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി വളരെ കുറച്ച് മൈന്യൂട്ടായിട്ടുള്ള ആളുകളാണ് എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കണം, എനിക്ക് ഒരു വർക്കിൽ നല്ല പ്രോഗ്രസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് നല്ല രീതിക്കൊരു എന്താണ് ഇത്തിരി കൂടി മെച്ചപ്പെട്ട ഒരു സ്ഥലത്തേക്ക് ജോലിക്ക് മാറ്റം വേണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നവർക്കും വളരെ നല്ല രീതിയിൽ മനസ്സമാധാനവും സന്തോഷമുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം സമാധാനവും സന്തോഷവും ഉള്ള ഒരു കാര്യം തന്നെ വിത്ത് ക്യാഷ്, മനസ്സിലായോ? വിത്ത് ക്യാഷ് ആ ഒരു കാര്യം തന്നെയാണ് വരുന്നത്. പക്ഷേ ഇവിടെ കാണുന്നത് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോയ ഒരു അധ്യായം നിങ്ങൾ തിരിച്ചെടുക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉപേക്ഷിച്ചിട്ട് പോയ ഓടിയ വഴി പുല്ല് പോലും മുളക്കാതെ പോയ ഒരു നിങ്ങളുടെ അണ്ണൻ അല്ലെങ്കിൽ നിങ്ങളുടെ അണ്ണി തിരിച്ചു വരുമ്പോൾ കുറച്ച് ആളുകൾക്ക് ജീവിതത്തിലെ പഴയ സമാധാനം പോകാനായിട്ട് കാര്യമുണ്ട്. ജീവിതത്തിലെ പഴയ സമാധാനം ഇപ്പൊ നിങ്ങൾ കൈകാര്യം ചെയ്ത് വെച്ചിരിക്കുന്ന ഇത്തിരി ബുദ്ധിമുട്ട് ഇത്തിരിയേ ഉള്ളത്, അത് ആ വ്യക്തി വരുമ്പോൾ ഈ ബുദ്ധിമുട്ട് കുറച്ചും കൂടി ഒന്ന് കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ ഓൺ ആൻഡ് ഓഫ് പോലെ ഇരിക്കും, വരും പോകും വരും പോകും. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഇതെന്റെ സോൾമേറ്റ് ആണ്, ആരൊക്കെ പറഞ്ഞാലും ഇതെന്റെ സോൾമേറ്റ് ആണ്, ഇതെന്റെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇതെന്റെ സോൾമേറ്റ് ആണ്, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്, ഇയാളെ എനിക്ക് വേണം, ഇയാളില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളാണ്. പക്ഷെ ഈ ആള് വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇത് റീയൂണിയൻ റീഡിങ് എടുക്കുന്ന പോലെ ഈ ആള് വരുമ്പോ, പർട്ടിക്കുലർ ആ ഒരു വ്യക്തി വരുമ്പോ നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഇയാളുടെ സ്വഭാവങ്ങൾ എല്ലാം മാറ്റി എന്ന് തെറ്റിദ്ധരിപ്പിച്ച് കുറച്ച് ആളുകൾക്ക് വരുന്നുണ്ട്, കുറച്ച് ആളുകൾക്ക് വരുന്നുണ്ട്, തെറ്റിദ്ധരിപ്പിക്കുകയാണത്. കാരണം അവിടെ ഇല്ല ഇവിടെ ഇല്ല എവിടെ ഇല്ല എന്നുള്ള രീതിയിൽ തിരിച്ചു വരുമ്പോൾ കുറച്ച് ആളുകൾക്ക് ഞാനെല്ലാം മാറിയിട്ടുണ്ട്, ഞാൻ നല്ല മിടുമിടുക്കി ആയിട്ടുണ്ട്, ഞാൻ നല്ല മിടുമിടുക്കനായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. കുറച്ച് ആളുകൾക്ക് എല്ലാ രീതിയിലും ഒരു എന്താണ്, ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഇനി എൻ്റെ ഭാഗത്തുനിന്ന് നല്ല കാര്യങ്ങളെ ഉണ്ടാവൂ എന്നുള്ള രീതിയിലും വരുന്നുണ്ട്. എല്ലാവർക്കും അല്ല, ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് നമുക്ക് ഇതിൽ വരുന്ന കാര്യങ്ങൾ എല്ലാം പറഞ്ഞേ പറ്റുള്ളൂ. പേഴ്സണൽ റീഡിങ്ങിലും എല്ലാ കാര്യങ്ങളും പറയും, പക്ഷെ ഇതിൽ എല്ലാ ആളുകളുടെ എനർജി ഉണ്ടാവും. അത് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങൾക്ക് ഈ പഴയ ഉപേക്ഷിച്ചു പോയിട്ടുള്ള ആളുകളെ കൂടാതെ പുതിയൊരു പ്രണയബന്ധം അല്ലെങ്കിൽ പുതിയ ഒരു പ്രപ്പോസൽ, പുതിയ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കാര്യവും നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് പുതിയതൊന്നും എടുക്കാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് പുതിയതൊന്നും വേണ്ട, നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് ഒരു താല്പര്യമില്ല. നിങ്ങൾക്ക് പഴയ ആള് മതി. അതാണ്, നിങ്ങൾക്ക് പഴയ ആൾ എന്തെടുക്കണം എന്നറിയണം, പഴയ ആള് തിരിച്ചു വരണം, പഴയ ആളുകൾ നിങ്ങളായിട്ട് മീറ്റ് ചെയ്യണം, പഴയ ആളുകളുടെ കൂടെ ജീവിക്കണം, എല്ലാം നിങ്ങൾക്ക് അത് തന്നെ മതി. കാരണം നിങ്ങൾ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം ആ പഴയ ആളുടെ ചിന്തയാണ്. പാസ്റ്റ് മെമ്മറീസ് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതേ ഫോഴ്സിൽ തന്നെ നിങ്ങൾ എവിടെ നിന്നാണോ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നത് ആ പോയിന്റിൽ തന്നെ വീണ്ടും വന്ന് നിൽക്കുന്നു. എവിടെ നിന്നാണോ നിങ്ങൾ ഓർമ്മകളൊക്കെ നഷ്ടപ്പെടുത്താൻ നോക്കുന്നത് അവിടെ നിന്ന് തന്നെ വന്ന് നിൽക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. യെസ്, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് 2 ഓപ്ഷനാണ് ഉള്ളത്. നിങ്ങളിപ്പോ പഴയ ആളുകളെ സെലക്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ചിന്തിച്ച് സെലക്ട് ചെയ്യുക. യൂണിവേഴ്സ് അതാണ് പറയുന്നത്. പഴയ ആളെ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾ കഥയും കവിതയൊക്കെ വന്ന് പറയാൻ നേരത്ത് ചിന്തിച്ച് സെലക്ട് ചെയ്യുക. നിങ്ങൾ വീണ്ടും ഒരു ചതിയിലോട്ടാണോ അല്ലെങ്കിൽ വീണ്ടും ഒരു ബുദ്ധിമുട്ടിലോട്ടാണോ എന്ന് പോകുന്നതെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. അല്ലെങ്കിൽ യൂണിവേഴ്സ് പുതിയൊരു ഓഫർ തരാൻ തയ്യാറാണ്, പുതിയൊരു ജീവിതം, പുതിയൊരു ബന്ധം, പുതിയൊരു കാര്യങ്ങൾ തരാൻ തയ്യാറാണ്. ഓക്കെ, ഒരു എടുത്തുചാട്ടം കൂടുതലാണ്, അല്ലെന്നുണ്ടെങ്കിൽ ചിന്തിക്കാതെയുള്ള പ്രവർത്തനം, തൽക്കാല സന്തോഷമല്ല, നമ്മളുടെ തൽക്കാല സന്തോഷം അല്ല ആഗ്രഹിക്കേണ്ടത്. നമ്മൾ
നമുക്ക് സന്തോഷം എന്നും വേണം എന്നും പറഞ്ഞ് നമ്മൾ തൽക്കാല സന്തോഷത്തിന് വേണ്ടി ഒരു വലിയ ഒരു കാര്യം നമ്മളുടെ തലയിൽ എടുത്ത് വെക്കാതിരിക്കുക. അപ്പൊ അതൊന്ന് ചിന്തിച്ച് പഴയ ആളെ ഒന്ന് എന്താണ് ഈ അനലൈസ് ചെയ്യുക ടോട്ടലി. ഈ ആൾക്ക് ഇനിയും വേറെ ബന്ധമുണ്ടോ, വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടോ, വേറെ പരിപാടികളൊക്കെ ഉണ്ടോ എന്ന് ഒന്ന് അനലൈസ് ചെയ്യുക. കാരണം നിങ്ങൾ വരുത്തുന്നത് വീഡിയോ കാണുന്നവർ എന്തായാലും നല്ല രീതിക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്, മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഉപയോഗിക്കുന്നുണ്ട്, അഫർമേഷൻ ചെയ്യുന്നുണ്ട്. ഒന്നുമില്ലെന്നുണ്ടെങ്കിലും നല്ല രീതിക്ക് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഇഷ്ടദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നുണ്ട്, കരയുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്, ബുദ്ധിമുട്ടുന്നുണ്ട്. നമുക്കൊരു വ്യക്തിയൊക്കെ ഓക്കെ, വ്യക്തിയും വേണം, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ നമ്മളുടെ കഴിവുകൾ, ഈ കാണുന്ന എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഒരുപാട് കഴിവുകളുണ്ട്. ആ കഴിവുകളൊക്കെ ഒന്ന് പുറത്തെടുക്കണം. ആ കഴിവുകളൊക്കെ ഒന്ന് പുറത്തെടുത്ത് നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഒരു രീതിയിലൊക്കെ ഒന്ന് ജീവിക്കാൻ തുടങ്ങണം. ഓക്കെ. കാരണം നിങ്ങൾക്കൊരു 2 ഓപ്ഷനാണ്. ഏത് വേണം? ചിലപ്പോൾ ജോലിയിലായിരിക്കാം, പ്രൊഫഷൻ വൈസ് ആയിരിക്കാം, ഫിനാൻഷ്യൽ കാര്യങ്ങളായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പഠന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം, അതും അല്ലാന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് വൈസ് ആയിട്ടുള്ള 2 കാര്യമായിരിക്കാം. നിങ്ങൾ ഉടനെ തീരുമാനം എടുക്കേണ്ട, ഉടനെ ഒരു ക്ലാരിറ്റി വരുത്തേണ്ട ഒരു കാര്യം നിങ്ങളിലോട്ട് വരുന്നുണ്ട്. ഏതെടുക്കണം? നിങ്ങളുടെ മുമ്പിൽ തന്നെയാണ് കാര്യം. നിങ്ങളാണ് സെലക്ഷൻ പ്രൊസീജിയർ നടത്തേണ്ടത്, നിങ്ങളാണ്. അതിന് താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത് പോലെ യൂണിവേഴ്സ് കൂടെ ഉണ്ടായിരിക്കും. കാരണം നിങ്ങൾ അത്രത്തോളം യൂണിവേഴ്സിന്റെ അടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ട് നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ നിങ്ങൾ എന്താണോ സെലക്ട് ചെയ്യുന്നത് അതിന്റെ കൂടെ യൂണിവേഴ്സ് കൂടെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. കൂടുതലും ഒന്ന് ചിലപ്പോൾ നിങ്ങൾ ഈ അടുത്ത് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യാനോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മംഗളകരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ പോവാനോ, മംഗളകരം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു ബർത്ത്ഡേ പാർട്ടി, കുട്ടികളുടെ എന്താണ് നൂലുകെട്ട്, കല്യാണം, അങ്ങനെ എന്ത് കാര്യങ്ങളും മംഗളകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിലേതെങ്കിലും ഒരു കാര്യത്തിൽ പോവാനോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ദേവാലയം, അമ്പലം, പള്ളി, ദൂരെ എവിടെയെങ്കിലുമൊക്കെ പോയി ദർശനം നടത്താനോ, ടോട്ടലി അത് നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ഏതെങ്കിലും ഒരു സെലിബ്രേഷനിൽ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നൊരു പോസിറ്റീവാണ് കിട്ടുന്നത്. നിങ്ങളുടെ മൈൻഡും റിഫ്രഷ്മെന്റ് ആകും, നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ സോള് ഒന്ന് പ്യൂരിഫൈഡ് ആയിട്ട് നിങ്ങളൊരു ടോട്ടലി ഒന്ന് റിഫ്രഷ് ആയിട്ട് വരും. ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ ജീവിതത്തിലോട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നുണ്ട്, ഒരു നല്ലൊരു സെലിബ്രേഷൻ. ഓക്കെ. ഒരു വ്യക്തി വരുന്നുണ്ട്, ഒരു വ്യക്തി എന്ന് പറയാൻ പറ്റില്ല, 2 വ്യക്തികളാണ് കാണിക്കുന്നത്. പിന്നെ ഉപേക്ഷിച്ചിട്ട് പോയവരെയാണോ അല്ലാത്ത പുതിയ ആളുകളെയൊക്കെ ആണോ എന്ന് നിങ്ങൾ തന്നെയാണ് നോക്കേണ്ടത്. ഓക്കെ. പിന്നെ ഉള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന പോലെ, നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് പുറത്തൊന്നും എടുക്കുക. മറ്റുള്ളവരുടെ അടുത്ത് പോയി എനിക്ക് ഇങ്ങനെയുള്ള കഴിവുകളുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്, അങ്ങനെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ആൻസേഴ്സ് തരുന്ന ആളുകളുടെ അടുത്ത് മാത്രം പോയി അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കുക. അല്ലാത്തവരുടെ അടുത്ത് പോയാൽ ഇല്ല അതൊന്നും നീ ചെയ്യല്ലേ, രക്ഷപ്പെടില്ല എന്ന് വേണമെങ്കിൽ പറയും. നമുക്ക് എപ്പോഴും മോട്ടിവേഷൻ തരുന്ന ആളുകളുടെ അടുത്ത് മാത്രം നമ്മളുടെ പല കാര്യങ്ങളും ഷെയർ ചെയ്യുക. പോസിറ്റീവായിട്ട് ഗ്രോത്ത് വരുന്ന ആളുകളുടെ അടുത്ത് മാത്രം നമ്മൾക്ക് ജീവിക്കാനുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുക. അല്ലാതെ നെഗറ്റീവായിട്ട് എപ്പോഴും പറഞ്ഞു തരുന്ന, നമ്മളുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ പറ്റി ഗോസിപ്പ് അടിച്ച് നടക്കുന്ന ആളുകളുടെ അടുത്ത് പോയി പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യമില്ല. കാരണം അവരുടെ വായിൽ നിന്ന് വേറെ പെട്ടെന്നൊന്നും വരാനില്ല. നമ്മളുടെ ജീവിതത്തിൽ ആദ്യം വേണ്ടത് മനസ്സമാധാനപരമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക, ഉറക്കം, ഇതൊക്കെയാണ്. മനസ്സമാധാനപരമായിട്ട് ഇപ്പൊ ഒരു എന്താ പറയാ, ചോറും അല്ലെങ്കിൽ ഒരു കഞ്ഞിയും പയറും ആയിരിക്കും. മനസ്സമാധാനപരമായിട്ട് അത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വളരെ ടേസ്റ്റാണ്. ഒരു ബിരിയാണി ഉണ്ടാവും, മനസ്സമാധാനമില്ല, ബുദ്ധിമുട്ടാണ്, വിഷമമാണ്, ഡിപ്രഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല, ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല. ഏറ്റവും വലിയ കാര്യമാണ് ഉറക്കം. മനസ്സമാധാനപരമായിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റുക എന്നുള്ളത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യമാണ്. അതുണ്ടെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു എംപറർ എന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലായോ? അതൊക്കെയാണ് ഈ ലോകത്തിൽ, അതൊക്കെ പൈസ കൊടുത്താൽ കിട്ടാത്ത കാര്യങ്ങളാണ്. അതൊക്കെ നമ്മൾ തന്നെ സെൽഫ് ഗ്രോത്ത് ചെയ്ത് ഉണ്ടാക്കിയെടുക്കണം. കേൾക്കണുണ്ടാ പറയണത്? അപ്പൊ ഇതൊക്കെ നമ്മളൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. കാരണം നമ്മൾ മറ്റുള്ളവരെയൊക്കെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക. കുറെ തീരുമാനങ്ങൾ നമ്മൾ തന്നെ
ഉണ്ടാക്കിയെടുത്ത് ജീവിത വിജയം കൈവരിച്ച് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുക. ഓക്കെ, നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് മെസ്സേജ് എന്താണെന്ന് നോക്കാം. കാരണം ഈ റീഡിംഗ് ഒക്കെ എടുത്തു കഴിഞ്ഞ് പോകുമ്പോൾ എന്നോട് വിളിച്ചിട്ട് എല്ലാവരും മാഡം എനിക്ക് അങ്ങനെ ജോലി കിട്ടി, എൻ്റെ ആള് വന്നു, റിയൂണിയനായി, മാഡം പറഞ്ഞതുപോലെ അങ്ങനെ ഞാൻ പോവാൻ പോവാണ് എന്നൊക്കെ കേൾക്കുമ്പോൾ അതൊരു എനിക്ക് എൻ്റെ ജീവിതത്തിലെ വിജയത്തിനേക്കാളും കൂടുതൽ എനിക്ക് അവരുടെ ആ പറച്ചിൽ കേൾക്കുമ്പോൾ എനിക്കതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. മനസ്സിലായോ? അതെങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല. എന്നെ വിളിച്ച് പറയുമ്പോൾ എനിക്കതൊരു എന്താ പറയാ രോമാഞ്ച കുഞ്ചകമാകും ഞാൻ. ഇത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അത് ഭയങ്കര സന്തോഷമാണത്. നിങ്ങൾ അങ്ങനെ വിളിച്ചൊക്കെ പറയുമല്ലോ, അത് എനിക്ക് ഭയങ്കര സന്തോഷം. ഓക്കെ, അതാണ്. ഓക്കെ, എനിക്ക് ഇവിടെ വരുന്നതല്ലേ പറയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ഇഷ്ടത്തിന് പറയാൻ പറ്റുമോ? പേഴ്സണൽ റീഡിങ്ങിലാണെങ്കിലും ജനറൽ റീഡിങ്ങിലാണെന്നുണ്ടെങ്കിലും ഉള്ള കാര്യങ്ങൾ മാത്രമേ എന്നെ കൊണ്ട് പറയാൻ പറ്റുള്ളൂ, നല്ലതാണെങ്കിലും ചീത്തയാണെന്നുണ്ടെങ്കിലും. ഇപ്പൊ ചൂസ് എ ന്യൂ ഡയറക്ഷൻ എന്ന് കണ്ടപ്പോ ചില ആളുകളുടെ എന്താ ഫേസ് ഇവിടുന്ന് പോകുന്നത് എനിക്ക് വളരെയധികം കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഉള്ളതേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ്. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നോയാണ്. ഇംപ്രൂവിങ് ഹെൽത്ത്, അപ്പൊ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അതായത് നിങ്ങൾ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, ജങ്ക് ഫുഡൊക്കെ കുറച്ചൊന്ന് ഒഴിവാക്കുക, ഡയറ്റ് ഒന്ന് ശ്രദ്ധിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. മനസ്സിന്റെ അകത്തുള്ള നല്ല രീതിയിലുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഡോണ്ട് സ്റ്റോപ്പ്, നിർത്തിവെക്കാതിരിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി. ഇപ്പൊ ഒരു ആള് പോയ ആള് തിരിച്ചു വരുവാണ്, അപ്പൊ അയാൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ജീവിത ലക്ഷ്യം നേടാൻ പറ്റണ വല്ല കാര്യമാണെങ്കിൽ അത് നിർത്തരുത്. ഓക്കെ, ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ജീവിതത്തിലോട്ട് പഴയ കണ്ണാപ്പി ചേട്ടൻ ഉപേക്ഷിച്ചു പോയാലും കാന്താരി ഉപേക്ഷിച്ചു പോയാലും സംതിങ് എന്തൊക്കെയാണെങ്കിലും പുള്ളിയൊക്കെ പോയ വഴിക്ക് പുല്ല് പോലും മുളച്ചിട്ടുണ്ടാവില്ല. ഓക്കെ 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 അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ തിരിച്ചു വന്നാലും നിങ്ങളുടെ ആ ഒരു ഫിനാൻഷ്യൽ അല്ലെങ്കിൽ പഠനം, ജോലി, അങ്ങനെയുള്ള കാര്യങ്ങൾക്കും കൂടി നിങ്ങളൊന്ന് മുൻതൂക്കം കൊടുക്കണം. ഓക്കെ, ചൂസ് എ ന്യൂ ഡയറക്ഷൻ. ചില ആളുകൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു പുതിയൊരു ഡയറക്ഷനിൽ ആണ് വരാൻ ആയിട്ട് പോകുന്നത്. റീകൺസിഡർ. ചില ആളുകൾക്കല്ല, ഇതിൻ്റെ അകത്ത് ഭൂരിഭാഗം ആളുകൾക്കും റീകൺസിഡറേഷൻ സാധ്യമാണെന്നാണ് കാണുന്നത്. പക്ഷെ ഇത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് പല കാര്യങ്ങളും. ഇതൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിലോട്ട് പെട്ടെന്ന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.